നമസ്കാരം. ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ സമിതി രൂപീകരിക്കാൻ മഹാരാഷ്ട്ര സർക്കാരിനോട് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നഗരത്തിന്റെ വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്നതിന് ഇത്തരം വാഹനങ്ങളാണ് പ്രധാന കാരണമെന്നാണ് കോടതി പറയുന്നത്. നഗരത്തിലെ മോശം എയർ ക്വാളിറ്റി ഇൻഡെക്സ് സംബന്ധിച്ച് 2023 ഹൈക്കോടതി സ്വമേധയാ എടുത്ത പൊതു താൽപര്യ ഹർജിയിലാണ് ഈ ഉത്തരവ്. മുംബൈയിലെ റോഡുകളിൽ നിന്ന് ഡീസൽ പെട്രോൾ അധിഷ്ഠിത വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കി CNG അല്ലെങ്കിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവയ്ക്ക് മാത്രം പെർമിറ്റ് നൽകുന്നത് സാധ്യമാണോ എന്ന് പരിശോധിക്കാൻ 2 ആഴ്ചയ്ക്കകം വിദഗ്ധരുടെയും സിവിൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും സമിതി രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് ഗിരീഷ് കുൽക്കർണി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ റോഡുകൾ വാഹനങ്ങളാൽ വീർപ്പുമുട്ടുന്നു. റോഡുകളിലെ വാഹനങ്ങളുടെ സാന്ദ്രത ഭയാനകമാണ്. ഇത് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും അത് ലഘൂകരിക്കാൻ സ്വീകരിച്ച എല്ലാ നടപടികളും അപര്യാപ്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ഡീസൽ പെട്രോൾ ഓടിക്കുന്ന വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നത് ഉചിതമാണോ പ്രായോഗികമാണോ എന്നതിനെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകത കോടതി ഊന്നി പറയുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കുന്ന സമിതി 3 മാസത്തിനകം പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മുംബൈയിലെ മലിനീകരണം തടയാൻ ഡീസൽ വാഹനങ്ങൾ ക്രമേണ നിർത്തലാക്കണമെന്ന ബോംബെ ഹൈക്കോടതിയുടെ സമീപകാല നിർദ്ദേശത്തെ പരിസ്ഥിതി പ്രവർത്തകർ സ്വീകരിച്ചിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന വായു മലിനീകരണ തോത് പൗരന്മാരിലും പരിസ്ഥിതി പ്രവർത്തകരിലും ഗതാഗത വിദഗ്ധരിലും ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തിയിട്ടുള്ളത്. വായു ഗുണനിലവാര സൂചികകൾ 150നും 180നും ഇടയിൽ ഉയരുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളും വാഹനങ്ങളുടെ ഉദ്വമനവും മൂലമുണ്ടാകുന്ന മലിനീകരണവുമായി നഗരം പിടിമുറുകുകയാണ്. പുതിയ നിർമ്മാണ പദ്ധതികൾ നിർത്തിവെക്കുക, ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി മലിനീകരണം ലഘൂകരിക്കാൻ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിലെ മലിനീകരണത്തിന്റെ തോത് മുംബൈയിൽ എത്തുന്നത് തടയാൻ കടുത്ത നടപടികൾ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം സംസ്ഥാനത്ത് 15 വർഷത്തിനു മുകളിലുള്ള വാഹനങ്ങൾ റോഡുകളിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നയങ്ങൾ നടപ്പിലാക്കാൻ അടുത്തിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉത്തരവിട്ടിരുന്നു. ഇതു സംബന്ധിച്ച് സംസ്ഥാന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗതം, തുറമുഖം, സംസ്ഥാന എയർപോർട്ട് അതോറിറ്റി വകുപ്പുകളുടെ അടുത്ത 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ അവലോകനം ചെയ്യാൻ സഹ്യാദ്രി ഗസ്റ്റ് ഹൌസിൽ നടത്തിയ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഫഡ്നാവിസ് ഉത്തരവിട്ടത്.